അല്ലെ? നമ്മൾ അത്രയും സൂക്ഷ്മത കാണിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മളെ ഈ പേര് കൂടി വിളിച്ചാൽ അതുകൂടി നമ്മൾ സഹിക്കണോ? അല്ലേ? നമ്മൾ മാക്സിമം നോക്കും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കാൻ. അപ്പോഴാണ് ഒരു സ്പ്രേയും കൊണ്ടുവരുന്നത്, അത് ചെയ്താൽ നീ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താ ചെയ്യണ്ടേ? പിന്നെ എങ്ങനെയാണ് ജീവിക്കണ്ടേ? ഇതുപോലെ വിധിയൊക്കെ കേൾക്കുമ്പോൾ പറയുന്ന ഉസ്താദുമാർ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. ഇസ്ലാമിൽ വിധിയില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ ഇസ്ലാമിൻ്റെതായ വിധികളുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിച്ച് സംസാരിക്കുക. ആ വിധി അവിടെ എങ്ങനെ വന്നു, എന്തടിസ്ഥാനത്തിലാണ് വന്നത് എന്ന് നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാനിത് പഠിച്ചിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല ആ വിധി എങ്ങനെ വന്നതെന്നും എനിക്കറിയില്ല. ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് പണ്ട് എന്തോ ഒരു സംഭവം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് ആണുങ്ങളെ വളയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ അറബ് നാട്ടിലൊക്കെ പെൺപിള്ളേർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെ പണ്ടത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പണ്ടത്തെ ഒരു സംഭവം ഇത് എവിടെയുണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ രീതിയിലാണ് പറഞ്ഞതായിരിക്കും ഈ ഒരു വിധി എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. അതായത് ആ ഒരു തെറ്റായ ഉദ്ദേശത്തോടെ അവൾ ചെയ്ത ഒരു കാര്യത്തിന് ആ ഒരു വിധി പറഞ്ഞിട്ടുണ്ടാവും. അത് ഇസ്ലാമിലെ മൊത്തമാക്കി പറയരുത്. ഓക്കെ, പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതോ ഒരു തങ്ങളെടുത്ത്, എനിക്ക് തോന്നുന്നു ഞാൻ കാസർഗോഡാണ്, കുമ്പോൽ തങ്ങളാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കുമ്പോൽ തങ്ങളടുത്ത് ആരോ പോയപ്പോൾ നാട്ടിൽ കേട്ട ഒരു നാട്ടുവാർത്തയാണ് കേട്ടോ ഇത്. കുമ്പോൽ തങ്ങളടുത്ത് ഏതൊരു സ്ത്രീ അവരുടെ ഏതോ രോഗത്തിൻ്റെ പേരിൽ പോയ സമയത്ത് കുമ്പോൽ തങ്ങ പറഞ്ഞത്രേ, നിങ്ങൾ കയ്പക്ക കഴിക്കേണ്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അതായത് അവരുടെ അസുഖത്തിന് കയ്പക്ക കഴിക്കരുത് എന്നാണ് തങ്ങൾ അവരോട് പറഞ്ഞത്. പക്ഷേ ആ പെണ്ണുങ്ങൾ വന്നിട്ട് എല്ലാവരോടും പറഞ്ഞത്രേ, കയ്പക്ക കഴിക്കാൻ പാടില്ലെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കയ്പക്ക തെറ്റാണ്, കയ്പക്ക ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയാണ് വിധിയൊക്കെ വരുന്നത്, മനസ്സിലായോ? തങ്ങൾ അവരെ ഒരു രോഗത്തിന് പോയപ്പോൾ, കയ്പക്കയാണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു സംഭവം, ഓക്കെ, കയ്പക്കയാണെന്ന് തോന്നുന്നു, കേട്ടൊരു ഓർമ്മ അങ്ങനെയാണ്. ഓക്കെ, തങ്ങൾ പറഞ്ഞത് അവരുടെ ആ ഒരു രോഗത്തിന് നിങ്ങൾക്കിപ്പോൾ ഇത് കഴിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ പെണ്ണത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കയ്പക്ക കഴിക്കുന്നത് തെറ്റാണ്, ഹറാമാണ് എന്ന് വന്ന്. അതുപോലെയാണ് പല ഉസ്താദുമാരുടെയും പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. ഇന്ന സാഹചര്യത്തിൽ വന്ന വിധി അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് എന്താണെന്ന് കൂടി പറയാൻ ശ്രമിക്കാം. അല്ലാതെ നമ്മൾ മാക്സിമം സൂക്ഷിച്ച് നടന്നാൽ നമ്മളെ നോക്കിയിട്ട് നീ വ്യഭിചാരിയാണ്, നീ സ്പ്രേ അടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? അതൊന്നും അംഗീകരിച്ച് തരാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ആ വീഡിയോ ചെയ്ത ആൾക്ക് ഒരു സല്യൂട്ട് കേട്ടോ.